ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് പ്രവീൺ. ഞാൻ ജോയിൻ ചെയ്യുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. നിങ്ങൾ ഇന്ന് ഈ കേൾക്കാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റിയിൽ ഏകദേശം ഒരു 5 വർഷമായിട്ട് വളരെ ലൈഫായിട്ട് ഈ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ലോകത്തെമ്പാടും നിരവധി ആളുകളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ കേൾക്കാൻ പോകുന്നത്. ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വളരെ ശ്രദ്ധയോടുകൂടി ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുകയാണെങ്കിൽ, കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തീരുമാനത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഗവൺമെന്റ് പോലും ഇന്ന് ഒരു തൊഴിലില്ലായ്മയ്ക്കും അല്ല അണ്ടർ എംപ്ലോയ്മെന്റിനും അൺഎംപ്ലോയ്മെന്റിനും വളരെ ഒരു പരിഹാരമായിട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്ന, അടുത്ത തലമുറ ഏറ്റവും കൂടുതൽ കൊണ്ട് പോകാൻ പോകുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇന്നിവിടെ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഗൗരവത്തോടു കൂടി നിങ്ങൾ ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യണം ഇതിനു വേണ്ടിയിട്ട്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ ആളുകൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ കോൾ ചെയ്യുക, അവരെ വിളിച്ചു കയറ്റുക. കാരണം നമ്മളെ പോലെ തന്നെ അവരുടെ ലൈഫ് ഈ ഒരു മണിക്കൂർ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കുറച്ച് ചെറിയ പീരീഡ് കൊണ്ട് തന്നെ വലിയ സക്സസുകൾ ക്രിയേറ്റ് ചെയ്ത് ഇന്ന് ലൈഫിൽ നിന്ന് ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ അവരുടെ ലൈഫിൽ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വളരെ സക്സസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് ദുബായിൽ നിന്നാണ്. അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടു കൂടി, അതിലേറെ അഭിമാനത്തോടു കൂടി ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം ഷാജി മിത്തൽ സാർ, പ്ലീസ്. താങ്ക് യു പ്രവീൺ സാർ. വളരെ മനോഹരമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. താങ്ക് യു വെരി മച്ച്. അതുപോലെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്ന എല്ലാവരെയും ഞാൻ ഒന്നും കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഒരു എക്സ്ട്രാ ഇൻകം, ഒരു അഡീഷണൽ ഇൻകം, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കൂടെ ഒരു എക്സ്ട്രാ ഇൻകം ആവശ്യമുള്ളതുകൊണ്ട് മാത്രം വന്നിരിക്കുന്ന ആൾക്കാരാണ്. അതും ഒരു ലൈഫ് ലോങ് പാസീവ് ഇൻകത്തിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. എല്ലാവരും ഒന്ന് ക്ഷമയോടെ ലാസ്റ്റ് ഒരു മണിക്കൂറോളം ഇരുന്ന് കേൾക്കാൻ സാധിക്കുവാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മനോഹരമായ പ്ലാറ്റ്ഫോമാണ്. ഞാൻ ദുബായിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ സ്വദേശം കണ്ണൂരാണ്. ഈ ഒരു ബിസിനസ്സുമായിട്ട് കണക്ട് ആയിട്ട് 4.5 വർഷമായി. ഞാൻ ജോലിയോടൊപ്പം പാർട്ട് ടൈം ആയിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് കണക്ട് ആയത്. ഇന്ന് ഞാൻ ജോബൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു സ്ലൈഡിൻ്റെ സഹായത്തോടുകൂടി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പ്രവീൺ സാറെ സൈഡിൽ കാണാവോ? ഫുൾ സ്ക്രീൻ അല്ല സാറേ, ഫുൾ സ്ക്രീൻ അല്ല. ആ, ഓക്കെ ആണ്. ഓക്കെ. ഇവിടെ വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ, ദ ടീം ഓഫ് ചാമ്പ്യൻ, ഇന്ത്യയിലെ തന്നെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വരുമാനം എത്തിച്ചിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. വിന്നിംഗ് ടീമിന്റെ CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരു കൺസ്യൂമറിനെ സ്മാർട്ട് കൺസ്യൂമർ ആക്കി മാറ്റാം. നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കസ്റ്റമേഴ്സ് ആണ് അല്ലേ? നമ്മുടെ ലൈഫ് ലോങ്, നമ്മുടെ ജീവിതകാലം മുഴുവൻ, നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ പല പല കമ്പനികളുടെ സാധനങ്ങൾ വീട്ടിനടുത്തുള്ള നമ്മുടെ ഷോപ്പിൽ പോയി നമ്മൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സാണ്. പക്ഷെ അവിടെ എവിടെയും ഒരു കസ്റ്റമേഴ്സിന് ഒരു വരുമാന മാർഗമോ ഫ്രീ പ്രോഡക്റ്റ് ലഭിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാറില്ല. ഈ ഒരു വിന്നിംഗ് ടീം നമുക്ക് തരുന്ന ഒരു കൺസ്യൂമറിനെ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ബി എ സ്മാർട്ട് കൺസ്യൂമർ. ഈ ഒരു സ്ക്രീനിൽ നോക്കിയാൽ കാണാം ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളെ പിക്ചറൈസ് ചെയ്തിരിക്കല്ലേ. വാട്ട് ഈസ് യുവർ ഡ്രീം? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്? ധാരാളം പണം സമ്പാദിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് അല്ലേ? അതോടൊപ്പം തന്നെ ലക്ഷറി വാഹനം, ഒരു റേഞ്ച് റോവറോ മെർസിഡീസ് ബെൻസ് ഒക്കെ വാങ്ങിക്കണം എന്ന് എല്ലാവർക്കും സ്വപ്നം ഉണ്ടാവും. പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ നമ്മളൊരു സാധാരണ ലെവലുള്ള കാറായിരിക്കും വാങ്ങിക്കുന്നില്ല. അതോടൊപ്പം ഒരു വിദേശ യാത്രകൾ പോകാൻ എല്ലാവർക്കും ആഗ്രഹമായിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന വരുമാനം വെച്ച് നമുക്കൊരു വിദേശ യാത്ര ലക്ഷങ്ങളൊക്കെ ചെലവാക്കിക്കൊണ്ട് വിദേശ യാത്രകൾ പോകാൻ ആദ്യം മെനക്കെടാൻ തയ്യാറാവത്തില്ല. കാരണം അത്രക്കും എക്സ്പെൻസീവാണ്. നമ്മുടെ നാട്ടിലെ ഊട്ടിയിലോ കൊടൈക്കനാലോ അല്ലെങ്കിൽ മൂന്നാറോ തേക്കടിയോ ഗോവയൊക്കെ ആയിരിക്കും കറങ്ങാൻ പോകുന്നുണ്ടാവും. വിദേശ യാത്രകൾ എല്ലാവരെയും സ്വപ്നങ്ങളായിരിക്കും. നല്ലൊരു വീട് വെക്കുക എന്നുള്ളത് എല്ലാവരെയും സ്വപ്നമാണല്ലേ? നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മളുടെ വരുമാനത്തെ അതിന് EMI ആക്കി മാറ്റി അതനുസരിച്ചുള്ള വീടായിരിക്കും നമ്മൾ എല്ലാവരും വെക്കുന്നുണ്ടാവും. പക്ഷെ ഒരു ലക്ഷറി വീട് വെക്കാൻ സ്വപ്നമുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടാവും.
അതോടൊപ്പം തന്നെ ഫാമിലിയുടെ കൂടെ സന്തോഷകരമായ ഒരു ലൈഫ്, ആരോഗ്യപരമായ ലൈഫ് എൻജോയ് ചെയ്യാം, അതും നമ്മുടെ സ്വപ്നമാണ്. ഒരു വ്യക്തിയുടെ ലൈഫ് സക്സസ് ആയി എന്ന് പറയാൻ പണം മാത്രം മതിയോ? ധാരാളം പണം ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫ് സക്സസ് ആയി എന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. കാരണം ആ പണം എൻജോയ് ചെയ്യാനുള്ള സമയം അദ്ദേഹത്തിന് വേണം. പല ബിസിനസ്സുകാരെ കണ്ടിട്ടും ഫുൾ ടൈം ബിസി ആയിരിക്കും, ഫാമിലിയോടൊപ്പം മക്കളോടൊപ്പം ഇരിക്കാൻ പോലും സമയം കാണത്തില്ല, പക്ഷെ പൈസ ഇഷ്ടംമാതിരി ഉണ്ടാവും. അതൊരു എൻജോയ്മെന്റ് ലൈഫാണ്, അല്ലല്ലേ? അതോടൊപ്പം തന്നെ പ്രോപ്പർ ഹെൽത്ത്, നല്ല ആരോഗ്യമില്ലെങ്കിൽ കിട്ടുന്ന പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കാനാണെങ്കിൽ അതും ഒരു സക്സസ്ഫുൾ ലൈഫായി എന്ന് പറയില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ കാലശേഷം നമ്മുടെ ഫാമിലി സെക്യൂർ ആണോ, അവർ സേഫ് ആയിരിക്കുമോ, ലൈഫ് സെക്യൂരിറ്റിയും കൂടെ വേണം. അപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫ് സക്സസ് ആവാൻ ഈ 4 കാര്യങ്ങളും ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ ഈ സ്ക്രീനിൽ കാണാം നമ്മുടെ ഇൻകം സ്റ്റാറ്റസ്. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ എല്ലാവരുടെ വരുമാനവും പല ആൾക്കാരുടെ ജോലികളും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, വരുമാനം കുറഞ്ഞിട്ടുണ്ടാവും. വാട്ട് ഈസ് യുവർ കറണ്ട് ഇൻകം സ്റ്റാറ്റസ്? നിങ്ങളുടെ വരുമാനം എങ്ങനെയാണ് ഇപ്പം? പഴയ പോലെ തന്നെയാണോ? വാട്ട് അബൌട്ട് യുവർ സേവിങ്സ് ഫോർ ഫ്യൂച്ചർ? നമ്മുടെ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും മാറ്റി വെക്കാൻ സാധിക്കുന്നുണ്ടോ? ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? നമ്മുടെ ജോബിന് ഇപ്പം വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അതേ കമ്പനി നമുക്ക് സ്ഥിരമായിട്ട് അതേ വരുമാനത്തിൽ പോകാൻ പറ്റുന്ന തോന്നുന്നുണ്ടോ? എനിക്കൊരിക്കലും അങ്ങനെ സാധിച്ചില്ല. കാരണം കൊറോണ വന്ന സമയത്താണ് എൻ്റെ ശമ്പളം നേരെ പകുതിയായി മാറിയത്. കമ്പനി പറഞ്ഞ കാരണം കൊറോണയാണ്, ബിസിനസ് കുറവാണെന്ന് പറഞ്ഞ് ശമ്പളം കുറച്ചു. പക്ഷേ അവിടെ എവിടെയും എൻ്റെ എക്സ്പെൻസ് കുറഞ്ഞിട്ടില്ല. മക്കളുടെ ഫീസോ അല്ലെങ്കിൽ റൂമിൻ്റെ റെന്റോ ഇലക്ട്രിസിറ്റി ബില്ലോ ഒന്നും പകുതിയായി മാറിയിട്ടുണ്ടായിരുന്നില്ല. ആകെ എൻ്റെ വരുമാനം മാത്രമേ പകുതിയായി മാറിയിട്ടുണ്ടായിരുന്നു. ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറണ്ട് ഇൻകം സ്റ്റോപ്പ്? നമ്മുടെ വരുമാനം ഒന്ന് നിലച്ചു പോയാൽ അല്ലെങ്കിൽ നമുക്കൊരു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് മാനേജ്മെന്റ് ചെയ്യാൻ സാധിക്കും? ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നമ്മുടെ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടാറുണ്ടോ ഇന്നത്തെ ജോലിയിലൂടെ? ഇതെല്ലാം പല ആൾക്കാർക്കും നോ ആയിരിക്കില്ല. അവിടെ നമുക്ക് എസ് ആക്കി മാറ്റാൻ ഒരു അവസരം. ഈ ഒരു സ്ക്രീൻ നോക്കിയാൽ ടൈപ്സ് ഓഫ് ഇൻകം, വരുമാന മാർഗത്തെ 2 രീതിയിൽ കാണിച്ചിരിക്കുകയാണ്. ഒന്ന് ആക്റ്റീവ് ഇൻകവും മറ്റൊന്ന് പാസീവ് ഇൻകവും. 95% പോപ്പുലേഷനും ആക്റ്റീവ് ഇൻകം കാറ്റഗറി വരുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്നു, മാസം അവസാനം ശമ്പളം വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ആഴ്ചക്ക് കൂലി വാങ്ങിക്കുന്ന ആൾക്കാർ. പിന്നെ സെൽഫ് എംപ്ലോയ്മെന്റ്, ഒരു വണ്ടി ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറോ അല്ലെങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ ചെറിയതായിട്ടൊരു ഷോപ്പൊക്കെ ഓപ്പൺ ആക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ ഷോപ്പിൽ ഇരിക്കുന്ന, അതൊക്കെ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആയി വരുന്നുണ്ടോ? അവരവിടെ ജോലി ചെയ്താൽ മാത്രമേ വരുമാനമുള്ളൂ, അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച ജോലിയിൽ മാറി അത്രയും ശമ്പളം കുറവായിരിക്കും. പല ആൾക്കാരും പറയുന്നേക്കാം ഈ മാസം കുട്ടികൾക്ക് സുഖമില്ലാതെ 2 ആഴ്ച ഹോസ്പിറ്റലിൽ പോയി, അപ്പോൾ അത്രയും ശമ്പളം കുറഞ്ഞു, പകുതിയായി. അപ്പോൾ 2-3 മാസത്തേക്ക് അതിൻ്റെ ടൈറ്റും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നേരെ ഇപ്പുറം കാണുമ്പോൾ പാസീവ് ഇൻകം, ഒരു ബിസിനസ് സിസ്റ്റം ക്രിയേഷൻ ചെയ്ത് ബിസിനസ് ഓൺട്രപ്രണേഴ്സ് കോടികളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ബിസിനസ് സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൾക്കാർ, പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആൾക്കാർ, ഇവരൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ പോലും അവർക്ക് വരുമാനം പാസീവ് ഇൻകം വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടോ? പോപ്പുലേഷൻ ഒരു 5% ആൾക്കാർ മാത്രമേ ഈ പാസീവ് ഇൻകം കാറ്റഗറിയിൽ വരുള്ളൂ. പക്ഷെ വെൽത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ 95% വെൽത്തും അവരുടെ കയ്യിലാണുണ്ടാവും. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഒരു പാസീവ് ഇൻകം കാറ്റഗറിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുക. ഇതിലൂടെ നമുക്ക് എന്തൊക്കെ ലഭിക്കാം? ഒരു എക്സ്ട്രാ ഇൻകം ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. നിങ്ങൾ അഥവാ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ കിട്ടുന്ന വരുമാനം നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകുന്നില്ല, ഒരു എക്സ്ട്രാ ഇൻകം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വലിയ ഉപകാരമായി മാറുന്നുണ്ടോ? ഇനി ഒരു വീട്ടമ്മയാണെങ്കിൽ, വീട്ടമ്മ എന്ന് പറയുമ്പോൾ നന്നായി പഠിച്ച് അവരുടെ സ്വപ്നമായിരിക്കും സ്വന്തമായി ജോലി നേടുക, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത്. പക്ഷെ സാഹചര്യങ്ങൾ മൂലം കുഞ്ഞുങ്ങളെ നോക്കാനും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും വീട്ടമ്മമാരായി ഒതുങ്ങിക്കൂടേണ്ടി വന്ന ആൾക്കാരുണ്ടോ? അവർക്കും ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം. നമ്മൾ ഇന്നൊരു ഷോപ്പിലേക്ക് ഒരു സാധനം വാങ്ങിക്കാൻ, ഒരു മൊബൈൽ വാങ്ങിക്കാൻ, ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിന്റെ പ്രൈസ് ടാഗ് എന്തുകൊണ്ടായിരിക്കും നോക്കുന്നുണ്ടാവുക? നമ്മളെ പോക്കറ്റിലെ പൈസ തികയോ എന്ന് അറിയത്തില്ലല്ലേ. എന്നാൽ അടിപൊളി സാരി, ഒരു ചുരിദാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രൈസിലേക്ക് നോക്കുന്നത് എന്തുകൊണ്ട്? പോക്കറ്റിൽ പൈസ കുറഞ്ഞുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു iPhone 17 Pro Max ഒക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? മൊബൈൽ ഷോപ്പിൽ പോയി പ്രൈസ് ചോദിക്കുമ്പോൾ അതിന്റെ വില കേൾക്കുമ്പോൾ നമ്മൾ വേണ്ട, വേറെ ഏതെങ്കിലും ചെറിയ മൊബൈൽ എടുക്കാൻ പറയുന്നത്. ഇതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അത് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നേടാൻ സാധിക്കുന്നു. ടൈം ഫ്രീഡം, അതും നമുക്ക് അവൈലബിൾ ആണ്. നല്ലൊരു ആരോഗ്യം ഈ ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നു. അസുഖമില്ലാത്ത ഒരു വ്യക്തിയെ മാറാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സഹായകമാവുന്നുണ്ടോ? ലിവ് എ ലെഗസി, ഏറ്റവും ഇമ്പോർട്ടൻസ് അതാണ്. ലെഗസി ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നു. ഏർലി റിട്ടയർമെന്റ് പോസിബിൾ.
ഞാൻ 18 വർഷം ഒരു സ്ഥാപനത്തിൽ ദുബായിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ന് 21 വർഷമായി ദുബായിൽ ഇരിക്കുന്നു ഞാൻ. 18 വർഷം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടു എപ്പോഴാണ് നാട്ടിലേക്ക് പോകേണ്ട കാര്യം എനിക്ക് ഓർക്കാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 4.5 വർഷമായി ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുകയാണ്. റിട്ടയർമെന്റ് ലൈഫിലാണ്. അടുത്ത വർഷം നാട്ടിലേക്ക് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു 4-5 വർഷം വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് മനസ്സിലാക്കി ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അത് ഏറ്റവും വലിയ ഉദാഹരണം എന്നിലുണ്ടായ ഈ മാറ്റം തന്നെയാണ്. ഞാനിങ്ങനെ ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കുന്ന വ്യക്തിയൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു പ്രസന്റേഷൻ ചെയ്യാനുള്ള കഴിവ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ മാത്രം ലഭിച്ചതാണ്. അതോടൊപ്പം ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശ യാത്രകൾ എല്ലാവരുടെയും സ്വപ്നമാണ്. ഇന്ന് നമുക്ക് ജോലിയിൽ കിട്ടുന്ന ആ ശമ്പളം എടുത്തുകൊണ്ട് നമുക്ക് വിദേശ യാത്ര പോകാൻ സാധിക്കത്തില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് 2 ഏഷ്യൻ രാജ്യങ്ങളും 1 യൂറോപ്യൻ രാജ്യങ്ങളും വർഷത്തിൽ നമുക്ക് പോകാൻ സാധിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മുടെ നാട്ടിലെ ലീഡേഴ്സൊക്കെ ലണ്ടനും സ്കോട്ട്ലാൻഡൊക്കെ കറങ്ങി വന്നിരിക്കുകയാണ്. അതും തികച്ചും ഫ്രീ ആയിട്ട്. അവരുടെ ബിസിനസ്സിൽ അത്രയും ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു അവർ കറങ്ങാൻ പോകുന്ന സമയത്ത് പോലും. നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 ആഴ്ച 2 ആഴ്ച വിദേശത്തേക്ക് കറങ്ങാൻ പോയാൽ പോലും നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് നഷ്ടങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടാവും. ഇവിടെ അങ്ങനെ ഒന്നും ബാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്, ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കാൻ സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. നമ്മളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിലൂടെ നമുക്ക് ഒരുപാട് കുടുംബങ്ങളെ സഹായിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. ആ കിട്ടുന്ന വരുമാനം നമ്മൾക്ക് പോലും തികയാത്ത അവസ്ഥയായിരിക്കും ഇപ്പോൾ. അതുപോലെ ആരോഗ്യം, ഒരുപാട് കുടുംബം അസുഖങ്ങൾ വന്ന് ഡോക്ടർമാരെ കാണിച്ചിട്ട് പോലും മരുന്നുകൾ കഴിച്ചിട്ട് പോലും മാറ്റം കാണാത്ത ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടോ. അവരെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർ സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ. അനേകം കുടുംബങ്ങളിലേക്ക് അങ്ങനെ വരുമാനം എത്തിച്ചു കൊടുക്കാനും കുറേ കുടുംബങ്ങളിലേക്ക് ആരോഗ്യം എത്തിച്ചു കൊടുക്കാനും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് സാധിച്ചിട്ടുണ്ട്. വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു കമ്പനി, ഇതാണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. 2004 ഈ കമ്പനി സ്റ്റാർട്ട് ആയത്. 2004 ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. വെറും 10 പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് തുടങ്ങിയ കമ്പനി. 2 ഓഫീസ് ഡൽഹിയിലും ബാംഗ്ലൂരും മാത്രം ഉണ്ടായിരുന്നത്. 6 വ്യക്തികളിലൂടെ, എന്നെ പോലെയുള്ള നിങ്ങളെപ്പോലുള്ള 6 വ്യക്തികളിലൂടെ സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി ഇനി 21 വർഷം കംപ്ലീറ്റ് ആയപ്പോൾ ഏകദേശം 450-ൽ പരം പ്രൊഡക്റ്റും 5000-ലധികം ഔട്ട്ലെറ്റും 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടർമാരുള്ള വലിയൊരു കമ്പനിയായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ഈ പിക്ചറിൽ കാണുന്ന 3 വ്യക്തികൾ മിസ്റ്റർ ഗൗതം ബാലി സാർ, കൺവേർ സിംഗ് ആൻഡ് ദീപക് സാർ. ഹൈ വിഷനറി ആയിട്ടുള്ള, ഇപ്പൊ ഏകദേശം 40 വർഷത്തോളം എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് ഈ മേഖലയിൽ. ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ 40 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ്. ഇന്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഘാന, ഐവോറി കോസ്റ്റ്, ഫിലിപ്പീൻ, ഇങ്ങനെ 8ഓളം രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞ ഒരു കമ്പനി 30 രാജ്യങ്ങൾ ലക്ഷ്യമാക്കി പോവാണ്. ഏകദേശം 1000-ലധികം പ്രൊഡക്റ്റിലേക്ക് എത്താൻ പോകുന്ന ഈ വലിയൊരു കമ്പനി 5000 കോടി ടേൺ ഓവർ ക്രിയേഷൻ ചെയ്ത കമ്പനിയാണ്. നിരവധി അവാർഡ്സും റെക്കഗ്നേഷൻ കിട്ടിയ കമ്പനി. ഇന്ത്യ ബെസ്റ്റ് കമ്പനി ഓഫ് ദ അവാർഡ് 2017, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദ അവാർഡ് 2017-2018, ഗ്ലോബൽ 100 അവാർഡും ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് അവാർഡും നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് അവാർഡ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിശ്വസിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രാൻഡ്, മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് TRA അവാർഡ് തുടർച്ചയായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് വെസ്റ്റേജ്. കമ്പനി പ്രൊഫൈൽ, പ്രൊഡക്റ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. 450-ൽ പരം പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഏതൊരു സാധാരണക്കാരനും അത് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയാണ്. നമ്മൾ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ള പോലെ നമുക്ക് വാങ്ങിക്കാൻ പോലും പറ്റാത്ത വിലയിൽ, ലോൺ എടുത്താൽ പോലും വാങ്ങിക്കാൻ പറ്റാത്ത വിലയിലൊക്കെയാണ് ഓരോ കമ്പനികളെ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടോ. ഇവിടെ ഏതൊരു സാധാരണക്കാരനും അത് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യം ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇതിന്റെ ലൈഫ് ലോങ് കസ്റ്റമറായി മാറുന്നുണ്ടാവും. അതും ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ്. വേറൊരു പ്രത്യേകത, മണി ബാക്ക് ഗ്യാരണ്ടി. ഒരു സിനിമാ താരവും അങ്ങനെ ഒരു പരസ്യം പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ, വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റ്, ചിലപ്പോൾ നിങ്ങളൊരു പരിചയക്കാരനോ ബന്ധക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് വഴിയായിരിക്കും നിങ്ങൾ ഈ ഒരു കമ്പനിയെ കുറിച്ച് അറിയുന്നുണ്ടാവും. ഇവിടെ കമ്പനി ഒരു ഗ്യാരണ്ടി തരികയാണ്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം, 30% യൂസ് ചെയ്യാം. അവിടെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് ക്വാളിറ്റി ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ റീഫണ്ട് പോളിസി വരെ കൊടുക്കുന്നുണ്ട്. ഒരു കമ്പനി അത്രയും ഗ്യാരണ്ടി പറയണമെങ്കിൽ അതിന്റെ ക്വാളിറ്റി എത്രയുണ്ടോന്ന് ആലോചിച്ച് നോക്കും. 21 വർഷമായിട്ട് അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയോടൊപ്പമാണ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നിരവധി കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ ഞാൻ കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം. ഫുഡ് സപ്ലിമെന്റേഷൻ, നമുക്കറിയാം ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഫുഡ് സപ്ലിമെന്റേഷൻ. ഇന്ന് ആരോഗ്യമന്ത്രി പോലും പറയുകയാണ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും വെൽനസ് ക്ലിനിക്കുകൾ ഓപ്പൺ ആകാൻ പോവാണ്. വെൽനസ് ലോകത്ത് നമുക്ക് വരാൻ പോവാണ്. കാരണം ഇന്ന് അസുഖങ്ങൾ വന്ന് ഹോസ്പിറ്റലിൽ മരുന്നുകൾ പൈസ ചെലവാക്കുന്ന ഒരു കണക്കില്ലാത്ത അവസ്ഥയാണ്. അത്രക്കും രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്.
എന്തുകൊണ്ടാണ് നമ്മൾ അസുഖങ്ങൾ വരുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യമായ പ്രോട്ടീൻസും മിനറൽസും കിട്ടാത്തത് കാരണം നമുക്ക് അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ കിട്ടുന്ന വിഷമടങ്ങിയ പച്ചക്കറിയും ഹോർമോൺ അടിച്ച ചിക്കനും അതോടൊപ്പം തന്നെ കെമിക്കൽ അടങ്ങിയ പ്രൊഡക്റ്റ് ഉപയോഗമുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ഫുഡ് സപ്ലിമെന്റേഷനെ കുറിച്ച് പറയാം. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് മുട്ടുവേദന, ജോയിന്റ് പ്രോബ്ലം. അതിന് നമ്മളെല്ലാം ഡോക്ടർമാരെ കാണിച്ച് ഒരുപാട് സർജറിയും അതുപോലെ മുട്ട് ഇഞ്ചക്ഷനൊക്കെ ചെയ്തായിരിക്കും നമ്മൾ മാറ്റുന്നത്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലൂക്കോസമിന് കാൽസ്യവും കൊളാജൻ ഉപയോഗിച്ചുകൊണ്ട് അത് നമുക്ക് ജോയിന്റ് പ്രോബ്ലം മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഗ്ലിസമിക് ഹെൽത്ത്, ഷുഗർ പേഷ്യൻസ് നമുക്കറിയാം 5 വർഷം 10 വർഷം 25 വർഷത്തോളമൊക്കെ ഷുഗറിന് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഒരു കുറവുമില്ല, അത് കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ. ആജീവനാന്തം മരുന്ന് കഴിക്കാമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആര്യവേപ്പിന്റെ നീം എന്ന് പറഞ്ഞൊരു ക്യാപ്സ്യൂൾ ഉണ്ട് നമ്മുടെ ആവശ്യം, 334 രൂപയുള്ളൂ അതിന്റെ പ്രൈസ്. അത് സ്ഥിരമായിട്ട് കുറച്ചു കാലം ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഷുഗറിനെ കൺട്രോൾ ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുള്ള ഗ്ലൂക്കോ ഹെൽത്ത് കഴിക്കുക. അത് ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ്, പ്രതിരോധ ശേഷി കൂട്ടാൻ നിരവധി പ്രൊഡക്റ്റുകളാണ്. സ്പെറുലിന, കടൽ പായൽ, സൂപ്പർ ഫുഡ് ഓഫ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ്. അതോടൊപ്പം തന്നെ നോനി, കാക്കപ്പഴം, നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ കാണും, സിനിമാ താരങ്ങളൊക്കെ അത് ജ്യൂസായി കുടിക്കുന്നതാണ്. അത് ക്യാപ്സ്യൂൾ രൂപത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ചെയ്തത് വെസ്റ്റീജ് കമ്പനിയാണ്. അതോടൊപ്പം തന്നെ കൊളസ്ട്രം, പശുവിന്റെ പ്രസവിച്ചാൽ ആദ്യത്തെ 6 മണിക്കൂറിൽ നിൽക്കുന്ന മഞ്ഞപ്പാലുണ്ട്, ഹൈ ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ് ആണ്. ഇത് മാസം തികയാതെയൊക്കെ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് എന്നും അസുഖങ്ങളായിരിക്കും അല്ലെ. ആന്റിബയോട്ടിക്കും കപ്സർഫും സ്ഥിരമായിട്ട് കൊടുക്കുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ടോ? ഈ കൊളസ്ട്രം കൊടുത്താൽ മതി, വളരെ നല്ല റിസൾട്ടാണ്. കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കൂട്ടാൻ സാധിക്കുന്നുണ്ടോ, മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടോ. അതുപോലെ അലോവേരയുണ്ട്, ആംലയുണ്ട്. ആംലയും വൈറ്റമിൻ സി നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റുന്നതാണ്. പനിയൊക്കെയുള്ള ആൾക്കാർക്ക് നല്ല റിസൾട്ട് തരുന്ന സപ്ലിമെന്റ് ആണ്. വെസ്റ്റീജ് പ്രൈമിലേക്ക് പോവുകയാണെങ്കിൽ സി ബക്തോൺ ഉണ്ട്, ക്രിൽ ഓയിൽ ഉണ്ട്, അതുപോലെ കോംബാഡിക്സ് ഉണ്ട്, മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് ഉണ്ട്. കോംബാഡിക്സ് എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ ദഹന പ്രക്രിയക്ക്. ഇന്ന് നമുക്ക് ദഹനം കറക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. അതിന് കോംബാഡിക്സ് നല്ല സഹായമാണല്ലോ. മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വിശപ്പില്ലാതെ കുട്ടികളെ കാണും, മുഖത്തൊക്കെ ഒരു വെള്ള കലകൾ കാണാൻ സാധിക്കും, വിറ്റാമിൻസിന്റെ കുറവ് കാരണം. അതിന് ഈ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് കൊടുത്താൽ മതി. ജെല്ലീസ് ആണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനം, മുതിർന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഞാൻ എല്ലാ പ്രൊഡക്റ്റും പറയുന്നില്ല, കുറച്ച് പ്രൊഡക്റ്റ് ഓടിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഡീറ്റോക്സ് റിജുവിനേഷനിൽ പോവുകയാണെങ്കിൽ നിരവധി പ്രൊഡക്റ്റുകളാണ്. ഫൈബറും അതോടൊപ്പം തന്നെ ഗാനോഡോർമ, ഐ സപ്പോർട്ട്, കുർക്കുമിൻ പ്ലസ്, ഡീറ്റോക്സ് ഫുഡ് പാച്ചസ്, മെലാട്ടൺ സ്പ്രേ, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ. ഫിറ്റ്നസ് ആൻഡ് ഡയറ്റിൽ അമിതവണ്ണം, നമുക്ക് വെള്ളം കുടിച്ചാൽ പോലും വെയിറ്റ് കൂടുന്ന ആൾക്കാർക്കുണ്ട്, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല, എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതലായി കാണും. അപ്പോൾ അമിതവണ്ണം വരുന്ന സമയത്ത് പല ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് വരാറുണ്ട്. അവിടെ നമുക്ക് വിസ്ലിം കാറ്റഗറിയിൽ നിരവധി പ്രൊഡക്റ്റുകൾ, വിസ്ലിം ഷേക്കും വിസ്ലിം ടീയും വിസ്ലിം ക്യാപ്സ്യൂളും അതോടൊപ്പം തന്നെ ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ. ഇന്ന് നമുക്ക് പ്രോട്ടീൻസിന്റെ അളവ് കാരണം ഒരുപാട് അസുഖങ്ങളാണ് വരുന്നത്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അസുഖങ്ങൾ വരുന്നത്. അതിന് ഈ പ്രോട്ടീൻ പൗഡർ മസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും കഴിക്കേണ്ടതാണ്. രാവിലെയും വൈകുന്നേരം സ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസ് ഒക്കെ കിട്ടുന്നുണ്ടാവും. അതോടൊപ്പം വുമൺ ഹെൽത്തിലേക്ക് പോവുകയാണെങ്കിൽ ലേഡീസിന്റെ ആരോഗ്യത്തിൽ നിരവധി പ്രൊഡക്റ്റുകൾ, ഫോളിക് അയൺ പ്ലസ്, അനീമിക് ആയിട്ടുള്ള വിളർച്ചയുള്ള ഒരുപാട് സ്ത്രീകൾ കണ്ടിട്ടും രക്തക്കുറവുള്ള അവർക്ക് ഈ അയൺ ഫോളിക് നല്ല റിസൾട്ടാണ്. അതുപോലെ ശതാവരി മാക്സ്, പീരീഡ്സ് ഒക്കെ കറക്റ്റ് അല്ലാത്ത സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ്. ക്രാൻബെറി, യൂറിനറി ട്രാക്ട് സ്പെഷ്യലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഹെയർ, സ്കിൻ ആൻഡ് നെയിൽ, അതും വണ്ടർഫുൾ ആയിട്ടുള്ള മുടി കൊഴിച്ചൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നഖത്തിന്റെ സംരക്ഷണത്തിനും സ്കിന്നിന്റെ സംരക്ഷണത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഹാർട്ടിന്റെ സംരക്ഷണത്തിന് ഫ്ലാക്സ് ഓയിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആക്കാനും ഹാർട്ടിന്റെ ബ്ലോക്കിനെ കലീശ കളയാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഫ്ലാക്സ് ഓയിലും, സൈലന്റ് അറ്റാക്കിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ക്യൂട്ടനും, എല്ലാർജിനും, ഇങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ അതിന് അവൈലബിൾ ആണ്. 100% ആയുർവേദിക് ആയിട്ടുള്ള ആയുഷാന്തയുടെ പ്രൊഡക്റ്റ്, അതിൽ ഏറ്റവും എനിക്ക് പറയാൻ ഇഷ്ടം തോന്നുന്നത്, എനിക്ക് ഏറ്റവും റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് റെസ്പോ കെയർ ആണ്. അത് ഞാൻ പറയും, കാരണം വെച്ചാൽ എനിക്ക് ഏറ്റവും ഒരുപാട് കാലങ്ങളായിട്ട് കഫക്കെട്ട്, ചെസ്റ്റിൽ കഫം ഡ്രൈ ആയിട്ട് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ അടിച്ചാലും ആന്റിബയോട്ടിക് മരുന്നുകൾ കഴിച്ചാൽ പോലും മാറാത്ത വർഷങ്ങളോളം ഞാൻ ഡോക്ടറെ കാണിക്കുന്ന ഒരു പ്രോബ്ലമാണ് എനിക്ക് ചെസ്റ്റിൽ കഫം വന്നു കഴിഞ്ഞാൽ. അത് വെസ്റ്റീജിൽ വന്നതിന് ശേഷം റെസ്പോക്കർ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് അതെനിക്ക് വന്നിട്ടേ ഇല്ല, 4.5 വർഷമായി. ഇന്ന് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ കഫക്കെട്ടിന്റെ പ്രശ്നം ഉണ്ടാവും. കഫം അത് ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളാണ് വരുന്നുണ്ടാവുക, ശ്വാസം മുട്ടലും പല പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന ആൾക്കാരും. ആ റെസ്പോക്കർ വളരെ വണ്ടർഫുൾ റിസൾട്ടാണ്. അതിനൂടെ തുളസിയുടെ റോസങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതോടെ വൈറ്റൽ പ്രോബ്ലംസ്, കണ്ണിനെ സംരക്ഷിക്കാനും കിഡ്നി ഹെൽത്തും ലിവർ ഹെൽത്തും. ഇന്ന് പല ആൾക്കാരും പറയും എനിക്ക് കിഡ്നിക്ക് ഒരു പ്രോബ്ലം ഇല്ല, ലിവറിന് ഒരു പ്രോബ്ലം ഇല്ല. അത് പ്രോബ്ലം വന്നതിന് ശേഷം, കിഡ്നി ഡാമേജ് ആയതിനു ശേഷം ചികിത്സിച്ചിട്ട് കാര്യമില്ല. അത് വരാതിരിക്കാൻ കിഡ്നിയെ സംരക്ഷിക്കാനും ലിവറിനെ സംരക്ഷിക്കാനും നല്ല വണ്ടർഫുൾ ആയിട്ട് 2 പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അങ്ങനെ നിരവധി പ്രൊഡക്റ്റ് അതിനകത്തുണ്ട്. അതുപോലെ ഹെൽത്ത് ഫുഡിലേക്ക് പോവുകയാണെങ്കിൽ കുക്കിംഗ് ഓയിൽ, തവിടെണ്ണ, ഒമേഗ 3 അടങ്ങുന്ന തവിടെണ്ണ, വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു തവിടെണ്ണ. നമ്മൾ ഇപ്പോൾ വെളിച്ചെണ്ണയായിരിക്കും നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവുക. അതിന്
അതിനേക്കാളും ടേസ്റ്റ് തോന്നുന്ന, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ 1 മാസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന മനോഹരമായ തവടെണ്ണയുണ്ട്. ടേസ്റ്റിന് യാതൊരു വ്യത്യാസവും ഇല്ല. കാരണം സൂപ്പർ മാർക്കറ്റിൽ ചില തവടെണ്ണ കിട്ടും, അത് അതുപോലെ തന്നെ അല്ല കേട്ടോ. ഇത് ഒറിജിനൽ ആയിട്ടുള്ള ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്ത തവടെണ്ണയാണ്. അതോടൊപ്പം തന്നെ ടീ പൗഡറും കോഫി പൗഡറും ഉണ്ട്. ടേസ്റ്റ് ആയിട്ടുള്ള ടീ പൗഡറാണ്. ഹൈ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് ബാറുകളും ഫ്രഷ്നും ഡ്രിങ്കും അവൈലബിൾ ആണ്. അതുപോലെ സബ്ലിംഗൽ സ്പ്രേ, നമുക്ക് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ B12 വൈറ്റമിൻ സിയുടെ ഒക്കെ എഫിഷ്യൻസി വരാറുണ്ട്. അപ്പം നമുക്ക് ക്യാപ്സ്യൂളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ആമാശയത്തിൽ എത്തുമ്പോൾ കുറച്ച് സമയമെടുക്കും. ഇവിടെ സബ്ലിംഗൽ സ്പ്രേ നാക്കിന് അടിയിലൂടെ സ്പ്രേ ചെയ്ത് കൊടുത്ത് വിത്തിൻ സെക്കൻഡ്സിൽ വൈറ്റമിൻ ഡിയുടെ പ്രോബ്ലം നമുക്ക് അബ്സോർവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഓറൽ കെയറിൽ നിരവധി പ്രൊഡക്റ്റുകളാണ്. പല്ല് വേദന, പല്ല് പൊളിപ്പിനും മോണപഴുപ്പിനൊക്കെയുള്ള നിരവധി പേസ്റ്റുകൾ അവൈലബിൾ ആണ്. മാർക്കറ്റിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധാരണക്കാരൻ വാങ്ങിക്കുന്ന ചില പേസ്റ്റുകൾക്ക് പ്രൈസ് അറിയുള്ളൂ, ഏകദേശം അതേ പ്രൈസേ ഉള്ളൂ. പക്ഷേ വണ്ടർഫുൾ റിസൾട്ട് ആണ്. ഇതൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇതിൻ്റെ ലൈഫ് ലോങ് കസ്റ്റമറായി മാറുന്നു. അതുപോലെ ബ്രഷും മൗത്ത് വാഷൊക്കെ ഉണ്ട്. പേഴ്സണൽ കെയറിൽ നിരവധി പ്രൊഡക്റ്റുകളാണ്, അതൊക്കെ കംപ്ലീറ്റ് പറയാൻ സമയം തികയത്തില്ല. ഫേസ് വാഷും ഫേസ് സ്ക്രബും അങ്ങനെ നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. പെർഫ്യൂംസും ഡിയോഡറൻസും TFM 76 മേലെ ക്വാളിറ്റിയുള്ള സോപ്പുകൾ അവൈലബിൾ ആണ്. ഏത് തരം സ്കിൻ പ്രോബ്ലത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പുകളാണ്. അതുപോലെ മുടിയുടെ വളർച്ചയ്ക്ക് ഹെയർ ഓയിലും ഡാൻഡ്രഫും തലയിൽ പേനൊക്കെ പോകുന്ന ഷാംപൂസൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ വേസ്റ്റ് കെയറിൻ്റെ പെയിൻ റിലീഫ് ക്രീം ഉണ്ട്. 100% നാച്ചുറൽ പപ്പായ സ്ക്രബ്, ചാർക്കോൾ പീൽ മാസ്ക്, ഹെയർ മാസ്ക്, മഡ് മാസ്ക് അവൈലബിൾ ആണ്. അതുപോലെ നാനോ എനർജൈസർ ഉണ്ട്, വണ്ടിയുടെ എഞ്ചിൻ ഓയിൽസിന് കൂടെ ഏടാക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഹൈ വേസ്റ്റ് ക്ലീനിങ് സെഷനിൽ പോകുന്ന ഹോം കെയർ ഐറ്റംസ് നോക്കുവാണെങ്കിൽ പ്രകൃതിക്കോ മനുഷ്യനോ ഹാനികരമാവുന്ന ഒരു കെമിക്കലും ഉൾപ്പെടാത്ത വണ്ടർഫുൾ ആയിട്ടുള്ള ഡിഷ് വാഷും ഡിറ്റർജൻറ്റ് പൗഡറും ഡിറ്റർജൻറ്റ് ലിക്വിഡും ടോയ്ലറ്റ് ക്ലീനറും ഫ്ലോർ ക്ലീനറൊക്കെ അവൈലബിൾ ആണ്. നോർമൽ പ്രൈസേ ഉള്ളൂ കേട്ടോ, അത്രക്കും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ജെൻസിൻ്റെ സ്പെഷ്യലായിട്ട് ബാത്തിങ് ബാറും ഫേസ് വാഷൊക്കെ ഉണ്ട്. വെലനോടെ ലിപ് ബാമുകളും മിസ്റ്റർ ഓഫ് മിലാൻ്റെ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ സ്കിൻ ഫോർമുല 9ൻ്റെ ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് പ്രൊഡക്റ്റുകൾ, നമ്മുടെ മുഖത്തിൻ്റെ ചുളിവുകളും കളകളൊക്കെ മാറ്റാൻ സാധിക്കുന്ന ട്രീറ്റ്മെൻറ്റ് കാറ്റഗറി പ്രൊഡക്റ്റുകളാണ്. അതുപോലെ ഓർഗാനിക് കൃഷി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, കൃഷിക്കാരുടെ ചെലവുകളെ ചുരുക്കിക്കൊണ്ട് അവരുടെ വിളവുകളെ ഇരട്ടിയാക്കി മാറ്റാൻ, അവരുടെ വരുമാനം ഇരട്ടിയാക്കി മാറ്റാൻ സാധിക്കുന്ന അഗ്രി പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ ശുദ്ധമായ വെള്ളം കുടിക്കാൻ വാട്ടർ പ്യൂരിഫയർ. ഇന്ന് നമ്മൾ TV വാങ്ങിക്കുമ്പോൾ, ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ, നല്ല ഷർട്ടും പാൻറ്റും വാങ്ങിക്കുമ്പോൾ ബ്രാൻഡ് വാങ്ങിക്കും. പക്ഷേ വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞത് എവിടെ കിട്ടുന്ന അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ പ്യൂരിഫയർ വെക്കുന്നത്, ശുദ്ധമായ വെള്ളം കുടിക്കാൻ വേണ്ടി. അതിന് നല്ല ജപ്പാൻ കമ്പനി ഷാർപ്പ് കമ്പനി വെസ്റ്റേജിന് വേണ്ടി ചെയ്യുന്ന 2 തരം വാട്ടർ പ്യൂരിഫയർ അവൈലബിൾ ആണ്. ഇത്രയും പ്രൊഡക്റ്റുകളെ ഞാൻ വളരെ സ്പീഡായിട്ടാണ് പറഞ്ഞത്, 450-ൽ പരം പ്രൊഡക്റ്റുകൾ. ഇത്രയും പ്രൊഡക്റ്റുകൾ നമ്മൾ വെസ്റ്റേജിലൂടെ വാങ്ങിക്കുന്ന സമയത്തുള്ള ബെനിഫിറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ ഇത്രയും വരെ, ഇന്നലെ വരെ നമ്മൾ എങ്ങനെയാണോ മാർക്കറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴിയാണ്. അല്ല, വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് TV-യിലൂടെ സിനിമാ താരങ്ങൾ പരസ്യങ്ങൾ പറഞ്ഞ പ്രൊഡക്റ്റുകളാണ് നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുന്നത് അല്ലേ. ആ കമ്പനി മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് CNF ഏജന്റ് വഴി, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് വഴി നമ്മൾ ഹോൾസെയിലർമാർ നമ്മുടെ വീട്ടിനടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുകയാണ്. കസ്റ്റമറായി നമ്മൾ 100% MRP കൊടുത്ത് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണ്. ഏതൊരു കമ്പനിക്ക് ആയിക്കഴിഞ്ഞാലും അവർക്ക് 40% മാത്രമേ അവരുടെ മാനുഫാക്ചറിങ് പ്രോഫിറ്റ് വരൂ. ബാക്കിയുള്ള 60% അത് മാർക്കറ്റിംഗ് കോസ്റ്റാണ്. TV ചാനലിലൂടെ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും പരസ്യങ്ങൾ പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം ഐശ്വര്യറായൊക്കെ പരസ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഈ സോപ്പാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അതൊരിക്കലും അല്ല, നമുക്ക് നന്നായിട്ട് അറിയാം. സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും അവരുടെ മേഖലയിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിലൂടെയും കോടികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഇതിൻ്റെ പ്രയോജനം? ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴി കുറച്ച് ആൾക്കാർക്ക് മാത്രം വരുമാനം ഉണ്ടാക്കാനും കോടീശ്വരന്മാരായി മാറാനുള്ള അവസരമാണ് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഇവിടെ ഞാൻ നിങ്ങളെ വെസ്റ്റീജിൻ്റെ പ്രത്യേകത ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന 450-ൽ പരം പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് നേരിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന 60% പ്രോഫിറ്റ് 9 തരം വരുമാനമാക്കിയിട്ട് നമ്മളിലേക്ക് തരാൻ കമ്പനി റെഡിയാണ്. നമ്മുടെ വീട്ടു ചെലവിന് 9 തരം വരുമാനമാക്കി മാറ്റാൻ വെസ്റ്റേജ് കമ്പനി റെഡിയാണ്. ആർ യു റെഡി? നിങ്ങളുടെ വീട്ടു ചെലവിന് ഒരു ലൈഫ് ലോങ് പാസീവ് ഇൻകത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ചേഞ്ച് യുവർ ഷോപ്പ്. നാളെ ഇതുവരെ നിങ്ങൾ ഏത് കമ്പനിയിൽ നിന്നാണോ, ഏത് ബ്രാൻഡാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അത് ജസ്റ്റ് ഒന്ന് മാറ്റാൻ, അത് വെസ്റ്റേജിലോട്ട് മാറ്റാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സുവർണ അവസരം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. 9 തരം വരുമാനം, അത് സേവിങ്സ് ഓഫ് കൺസപ്ഷൻ ആയിട്ട് നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ തന്നെ ഇപ്പം 35% വരെയൊക്കെ ഡിസ്കൗണ്ട് പ്രൊഡക്റ്റ് കിട്ടുന്നു. പെർഫോമൻസ് ബോണസ് 5 മുതൽ 16% വരെ, ഡയറക്ടർ ബോണസ് ആയിട്ട് 15%, ടീം ബിൽഡിംഗ് ബോണസ് 3%, ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് 18%, ട്രാവൽ ചെയ്യാനുള്ള ഫണ്ട് 3%,
കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, എലൈറ്റ് ക്ലബ്ബ് ബോണസ് 2%. ഇത് എങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. നമ്മൾ ഇതിന്റെ കൺസ്യൂമർ ആയാൽ പോലും ബെനിഫിറ്റാണ്. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങിയാൽ പോലും നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയാണ്. അതിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയോട് പറയുക, എനിക്ക് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു ഐഡിയ എടുത്ത് തരാൻ പറയാം. രജിസ്ട്രേഷൻ ചെയ്ത് തികച്ചും ഫ്രീ ആയിട്ട്, ₹1 പോലും കൊടുക്കാതെ നിങ്ങളുടെ മൊബൈലിനകത്ത് 5000-ലധികം ഔട്ട്ലെറ്റ് ഉള്ള ഒരു കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഓപ്പൺ ആക്കി തരും. നമുക്ക് ആവശ്യമുള്ള സാധനം ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഓഫ്ലൈൻ വഴിയോ വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. 35% ഡിസ്കൗണ്ടിലാണ് ആ കമ്പനി നമുക്ക് പ്രൊഡക്റ്റ് തരുന്നുണ്ടാവും. ഓരോ പർച്ചേസിങ്ങിനോടൊപ്പം റീപർച്ചേസിങ് ഓഫർ ആയിട്ട് നമ്മൾ ചെലവാക്കുന്ന തുകയുടെ 10% ഫ്രീ പ്രൊഡക്റ്റ് തരും. ഇങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ എല്ലാ മാസവും 10-ാം തീയതി ആകുമ്പോൾ 5 മുതൽ 16% വരെ ക്യാഷ് ബാക്ക്. ഒരു തുടക്കക്കാരൻ നിലയിൽ 5%-ായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അത് അങ്ങോട്ട് 12%, 16%-ലേക്ക് നമുക്ക് പോകുന്നുണ്ടാവും. വേറൊരു ഗ്യാരണ്ടി എന്ന് വെച്ചാൽ, നിങ്ങൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം, ഒരു പേടിയും വേണ്ട. കൺസിസ്റ്റൻസി ഓഫർ, സ്ഥിരതയുള്ള കസ്റ്റമർക്കുള്ള ഓഫറാണ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഈ കമ്പനിയുടെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ പോലും നിങ്ങൾ ഇതിന്റെ സ്ഥിരം കസ്റ്റമറായി മാറും. അപ്പൊ ഒരു 4 മാസം തുടർച്ചയായി ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്ന വ്യക്തിയാണെങ്കിൽ 5-ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കും. 5-ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ്, തുടർച്ചയായി വീണ്ടും 4 മാസം വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത 5-ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ്. എത്രത്തോളം കാലം നിങ്ങൾ വെസ്റ്റേജിലുണ്ടോ അത്രയും 4 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായി ഫ്രീ പ്രൊഡക്റ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അത് എത്ര വേണമെങ്കിലും എടുക്കാട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന ആ രീതി അനുസരിച്ച് നമുക്ക് ഫ്രീ പ്രൊഡക്റ്റിന്റെ എണ്ണം കൂട്ടാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ഒറ്റക്കല്ല ഈ ബിസിനസ് ചെയ്യേണ്ടത്. സാധാരണ ഏത് ബിസിനസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അതിന്റെ പിറകെ നമ്മളായിരിക്കും ടെൻഷൻ അടിക്കുന്ന പോലെ, ഈ ബിസിനസ്സിൽ ഒരു പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട. നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി, സ്പോൺസർ, അദ്ദേഹം നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. വെസ്റ്റേജ് എന്ന കമ്പനി നിങ്ങളോടൊപ്പം ഉണ്ടാവും. വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ എല്ലാ ട്രെയിനിങ്ങും സപ്പോർട്ടും ചെയ്ത് നമ്മൾ മുന്നോട്ടുണ്ടാവും. അടുത്തത് പെർഫോമൻസ് ബോണസ് എങ്ങനെയാണ് ലഭിക്കുക നോക്കാം. നിങ്ങൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ₹30 അടുത്തുള്ള സാധനം വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു പോയിന്റ് ലഭിക്കുന്നുണ്ടാവും. ഈ പോയിന്റ് എപ്പോഴാണോ ഒരു 600 പോയിന്റ് ആവുന്നത് വരെ 5% ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. 600 പോയിന്റ് കഴിഞ്ഞാൽ 8% സ്റ്റാർട്ട് ആവും. അത് 2400 ആകുമ്പോൾ 12%. അത് 5500 ആകുമ്പോൾ മാക്സിമം ലെവലായ 16%-ലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫാസ്റ്റ് ആയിട്ടും ഒരു നല്ല വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സിംഗിൾ മന്തിൽ തന്നെ 600-ന് പകരം പകുതി മതി, 300 പോയിന്റ് കൊണ്ടുവന്നാൽ പോലും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് 8% ആവാൻ സാധിക്കും. അവിടെ ₹750 ഒരു ഗിഫ്റ്റ് വൗച്ചർ, ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഫാസ്റ്റ് ആയിട്ട് ഒരു ബ്രോൺസ് സെലക്ടർ ആവാൻ ഒരു 15,000 മുതൽ 25,000 വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സിംഗിൾ മന്തിൽ തന്നെ 4500 പോയിന്റിലേക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് ബ്രോൺസ് സെലക്ടറായി മാറാൻ സാധിക്കുന്നുണ്ട്. ഇത് ബ്രോൺസ് സെലക്ടറായിട്ട് നമുക്ക് ഒരു സിംഗിൾ മന്തിലാവാം, അല്ലെങ്കിൽ 2-3 മാസം കൊണ്ടാവാം. നിങ്ങൾക്ക് ഒറ്റക്കാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾക്ക് ഒരു അവസരം ഷെയർ ചെയ്തുകൊണ്ട് ബ്രോൺസ് സെലക്ടർ ആവാൻ സാധിക്കും. എപ്പോഴാണോ 5500 പോയിന്റ് ആവുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ബ്രോൺസ് സെലക്ടറായി മാറാൻ സാധിക്കും. അപ്പോഴാണ് പെർഫോമൻസ് ബോണസും റീപർച്ചേസിങ് ഓഫറും ടീം ബിൽഡിംഗ് ബോണസും ആയിട്ട് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും. അടുത്തത്, നിങ്ങൾ ഈ ഒരു അവസരത്തെ മറ്റൊരു വ്യക്തിയിലേക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത്, ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് കിട്ടിയപ്പോൾ അതിൻ്റെ ആ ഫസ്റ്റ് ടൈം പർച്ചേസിൽ തന്നെ എനിക്കൊരു ₹300 കൊടുത്തൊരു പ്രൊഡക്റ്റ് ഫ്രീ കിട്ടിയാൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയി. കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കമ്പനിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ അത്രയും പ്രൊഡക്റ്റ് ഫ്രീ തരുന്നത്, അതും നല്ല ക്വാളിറ്റിയുള്ള സാധനം. അതിൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാനും അവർക്കും ഹാപ്പിയായി. അതിലൊരു 5-6 വ്യക്തികൾ എന്നോടൊപ്പം ബിസിനസ് കണക്ട് ചെയ്യുന്നു. അതിൽ ആദ്യത്തെ വ്യക്തിക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുത്ത് ബ്രോൺസ് ഡയറക്ടറാക്കി മാറ്റുന്ന സമയത്ത് സിൽവർ ഡയറക്ടർ എന്ന പ്രൊമോഷനും ആ സമയത്താണ് ഒരു എക്സ്ട്രാ ട്രാവൽ ഫണ്ടും കൂടെ സ്റ്റാർട്ട് ആവുന്നു. ടീം ബിൽഡിംഗ് ബോണസ് സ്റ്റാർട്ട് ആവുന്നു. രണ്ടാമതൊരു കുടുംബത്തിലേക്ക് വരുമാനം വാങ്ങിക്കുമ്പോൾ ബ്രോൺസ് ഡയറക്ടറാക്കി മാറ്റുന്ന സമയത്ത് ഗോൾഡ് ഡയറക്ടറായി മാറാനും, മൂന്നാമത്തെ ഫാമിലിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്ത സമയത്താണ് കമ്പനി അടുത്ത പ്രൊമോഷൻ സ്റ്റാർ ഡയറക്ടർ. അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ കാറിന്റെ EMI ലൈഫ് ലോങ് 1, 2, 3 കാറുകൾ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടാവും. എത്ര ലക്ഷത്തിന്റെ കാർ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടാവും ഈ കാർ ഫണ്ടിലൂടെ. നാലാമതൊരു ഫാമിലിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ ഡയമണ്ട് ഡയറക്ടറായി മാറാം. ആ സമയത്താണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. 6 ഫാമിലിയെ സക്സസിൽ എത്തിച്ചുകൊണ്ട് ക്രൗൺ ഡയറക്ടറായി മാറാം. ആ സമയത്ത് വീടിന്റെ EMI സ്റ്റാർട്ടാക്കും. ഒന്ന് ആലോചിക്കുന്ന, നമ്മളൊരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. അതിനുശേഷം 8 ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്തുകൊണ്ട് 8 ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നു. അവിടെയാണ് 9ാമത്തെ വരുമാനമായ എലൈറ്റ് ക്ലബ്ബ് ബോണസിലേക്ക് പോകാൻ സാധിക്കുന്നു.
എലൈറ്റ് ക്ലബ്ബ് ബോണസ് പറഞ്ഞാൽ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 2% പോകാൻ സാധിക്കുകയാണ്. 12 ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്രൗൺ ഡയറക്ടറും 16 ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഹയസ്റ്റ് പിന്നായ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ 5 ലക്ഷം മുതൽ 1,68,00,000 രൂപ വരെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ലെവലാണത്. ഇന്ന് ഏഷ്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ഇൻകം വാങ്ങിക്കുന്ന വ്യക്തി 1,68,00,000 രൂപയാണ് അദ്ദേഹത്തിന്റെ വരുമാനം വെസ്റ്റീജിലൂടെ. ആലോചിക്കുക, നമ്മൾ ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ സാധിക്കുന്ന ഒരു മനോഹരമായ ഒരു അവസരം. ഇതിന് നമുക്ക് കമ്പനി ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് പോകാൻ സാധിക്കുന്ന പ്ലേസുകളാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ നമ്മളെ കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാർ, റേഞ്ചർ റോവർ ആയിക്കോട്ടെ, മെർസിഡീസ് ബെൻസ് ആയിക്കോട്ടെ, BMW ആയിക്കോട്ടെ, ഓഡി കാർ ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും, നമ്മുടെ ഡ്രീം കാർ. അതോടൊപ്പം തന്നെ എത്ര വലിയ സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ, എത്ര വേണമെങ്കിലും വീട് വെക്കാൻ, നമുക്ക് 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്കും വീട് വെച്ച് വെക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് ജോലിയിലൊന്നും അങ്ങനെ സാധിക്കത്തില്ല അല്ലേ? ഇതുപോലെ വലിയ വീട് വെക്കണമെങ്കിൽ ലോൺ എടുത്ത് അതിന് പെയിന്റ് തീർന്നൊരു EMI അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിന്റെ ബിസിനസ് ഇന്ന് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന 3 ഇൻഡസ്ട്രികൾ. ഒന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, അതോടൊപ്പം തന്നെ വെൽനസ് റെവല്യൂഷൻ ആണ് വരാൻ പോകുന്നത്. ഇ കൊമേഴ്സ് നമുക്കറിയാം, ആമസോണും മീഷോയിലൂടെയൊക്കെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്നു. അവിടെ ആർക്കാണ് പ്രയോജനം? അമേരിക്കൻ കമ്പനിയായ ആമസോണിനൊക്കെ പോകുന്നു. വെസ്റ്റീജിന്റെ ഇ കൊമേഴ്സ് വഴി, വെസ്റ്റീജിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്നത് വഴി ഫ്രീ പ്രൊഡക്റ്റ് എടുക്കാനും നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കാനും അതിലൂടെ ഒരു ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഒരു അവസരമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. ആ ഒരു അവസരത്തെ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് അതൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണ്. അതുകൂടാതെ പോൾസൺ പിൽസർ എന്ന US എക്കണോമിസ്റ്റ് അദ്ദേഹം പ്രവചിച്ച ഇനി വരുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രി അത് വെൽനസ് യുഗമാണ്. ഓൾറെഡി വെസ്റ്റേജ് കമ്പനി 100ഓളം വെൽനസ് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് കറക്റ്റ് പ്ലേസിലാണ്, റൈറ്റ് ടൈമാണ്. ചെയ്യേണ്ട ഒറ്റ കാര്യം, നല്ലൊരു തീരുമാനം എടുക്കുക. ആ തീരുമാനം നിങ്ങളുടെ ലൈഫ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ വന്നിരിക്കുന്ന ഏകദേശം 176ഓളം ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യം കുറച്ചെങ്കിലും ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയെ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഇനി ഒരു പ്രസന്റേഷൻ ചെയ്യാൻ എനിക്കൊരു അവസരം തന്ന കേരള വിന്നിംഗ് ടീമിന്റെ ഓരോ ലീഡേഴ്സിനോടും നന്ദി അറിയിക്കുകയാണ്. ബാക്ക് ടു പ്രവീൺ സാർ. താങ്ക് യു ഷാജി സാർ. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ സാറ് പ്രസന്റ് ചെയ്തു. ഇത് സാറിന് വേണ്ടിയിട്ടുള്ള നന്ദി നമുക്ക് ചാറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കാം. ഓക്കെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇതെന്താണെന്നും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് എങ്ങനെയാണ് വരുമാനം കിട്ടുന്നതെന്നൊക്കെ മനസ്സിലായി. പക്ഷെ ഇതിലൂടെ വിജയിച്ച ആളുകളെ പറ്റി പറയുകയാണെങ്കിൽ നിരവധി ആളുകളുണ്ട്. അത് നമ്മുടെ സക്സസ് പ്രൊഫൈലൊക്കെ നിങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത ആളുകളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് ഇവിടെ അടുത്തൊരു സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തി ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് തന്നെ വലിയൊരു ഇൻകത്തിലേക്ക് ബിൽഡപ്പ് ചെയ്ത് വരികയും അതിനുശേഷം ഡബിൾ ക്രൗൺ ഡയറക്ടർ, സാർ പറഞ്ഞതുപോലെ ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്നൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരു ഗവൺമെന്റ് പ്രൊഫഷനിൽ നിന്നാണ് അദ്ദേഹം വന്നത്. KSEBയിൽ സബ് എഞ്ചിനീയർ ആയിട്ട് വിരമിച്ച ശേഷം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഇന്ന് പല ആളുകളും ഒരു ഗവൺമെന്റ് ജോലി റിട്ടയർമെന്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ലൈഫിലെ ജോലി നല്ല സമയം കഴിഞ്ഞു എന്ന് കരുതുന്ന ആൾക്കാരാണ്, അല്ല ഇനി വിശ്രമ ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരാണ്. പക്ഷെ ആ ചെയ്ത ആ വർഷങ്ങളിലെ ആ ഒരു വരുമാനം കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് നേടിയെടുത്തു എന്നുള്ളതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ തന്നെ പ്രത്യേകത. മാത്രമല്ല അതിനേക്കാൾ മനോഹരമായ ഒരു ലൈഫ് സ്റ്റൈൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് കെട്ടിപ്പടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പേര് വെങ്കടേഷ് സാർ എന്നാണ്. സാറിനെ ഞാൻ ആദരപൂർവ്വം സ്നേഹത്തോടുകൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിക്കുന്നു. വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു. ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ സാർ, അതെ. ഓക്കെ, താങ്ക് യു. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു പ്രവീൺ, വളരെ നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. താങ്ക് യു. അതുപോലെ തന്നെ വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് നമുക്ക് ഷാജി ദുബായിൽ നിന്ന് ചെയ്തു തന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഈ ഒരു പ്രസന്റേഷന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ കേരള ലെവലിലല്ല, ഓൾ ഇന്ത്യ ലെവലിലല്ല, ഓൾ വേൾഡിലുള്ള ആൾക്കാർ വരെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് തന്നെ ഗ്ലോബൽ CEO എന്നുള്ളതാണ്. ഗ്ലോബൽ CEO എന്ന് പറഞ്ഞാൽ ഗ്ലോബലി എവിടെയൊക്കെ നമ്മൾ മലയാളികളുണ്ടോ അവിടെയൊക്കെ അവർക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട്, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്.
അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഷാജീവ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും ഇത്ര സിമ്പിൾ ആയിട്ടുള്ള പ്രസന്റേഷൻ വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്ന ഷാജിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല ഒരു എന്താ പറയുക താങ്ക്സ് നോട്ടൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഷോർട്ട് പീരീഡിൽ ഇത്രയും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കത് പ്രസന്റ് ചെയ്ത് തരിക എന്ന് പറയുന്നത് അതൊരു കഴിവ് തന്നെയാണ്, അതൊരു മികവ് തന്നെയാണ്. മാത്രമല്ല ഈ ഒരു പ്രോഗ്രാം, അതായത് ഈ ഒരു CEO പ്രോഗ്രാം ഒരു ദിവസം 2, 3, 4 തവണ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഷാജി. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എക്സലന്റ് ആയിട്ടുള്ള ആ ഒരു പ്രസന്റേഷൻ വളരെ അതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ സന്തോഷം. എനിവേ, ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. എന്നെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താൻ, ഞാൻ എൻ്റെ പേര് പറഞ്ഞു ഓൾറെഡി പരിചയപ്പെടുത്തിയതാണ്. വെങ്കടേഷാണ്, തൃശ്ശൂരിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ബൈ പ്രൊഫഷൻ എഞ്ചിനീയർ ആണ്. ഞാൻ KICBയിൽ എഞ്ചിനീയർ ആയിട്ട് ജോലി നോക്കുന്ന സമയത്താണ് ഈ ഇൻഡസ്ട്രി പരിചയപ്പെടുന്നത്. വളരെ യാദൃശ്ചികം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രി പരിചയപ്പെടുന്ന സമയത്ത്, ഞാൻ KICBയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെന്ന് പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ ഇൻട്രോവേർട്ട് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളെ കണ്ട മിണ്ടില്ല എന്ന് മാത്രമല്ല, ഒഴിഞ്ഞു മാറുന്ന കൂട്ടത്തിലുള്ള ആളായിരുന്നു. എൻ്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KICBയിലെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൊർണൂർ സബ്സ്റ്റേഷനിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എനിക്ക് എൻ്റെ നേച്ചറിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബും കൂടി ആയിരുന്നു. കാരണം ആൾക്കാരൊന്നും കാണേണ്ട കാര്യമില്ല, ആൾക്കാരടുത്ത് സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ വളരെ നന്നായിട്ട് എന്താ പറയാ, വളരെ കംഫർട്ടബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഇൻഡസ്ട്രി എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഇൻഡസ്ട്രി പരിചയപ്പെടുത്തിയത് വേറെ ആരുമല്ല, എൻ്റെ ചെറിയച്ഛൻ തന്നെയാണ്. അദ്ദേഹം ഈ ബിസിനസ്സിൽ ഇന്ന് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെയൊക്കെ സ്വന്തം ഭരതേട്ടനാണ്. അപ്പൊ അദ്ദേഹം ആയതുകൊണ്ട് മാത്രം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കാനും അത് മനസ്സിലാക്കാനും അത് ചെയ്യാനും തീരുമാനമെടുത്തത്. വന്നു കണ്ടു കഴിഞ്ഞപ്പോൾ, തുടക്കത്തിൽ ആദ്യമായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ മുഴുവൻ മനസ്സിലായില്ല. കാരണം ഞാൻ അത്ര താല്പര്യമുള്ള കൂട്ടത്തിലായിരുന്നില്ല. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല എന്നുള്ളത് ഭരതേട്ടന് മനസ്സിലായത് കൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, സജസ്റ്റ് ചെയ്തത്, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക, 1, 2 പ്രോഗ്രാം കൂടെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിനക്ക് ഇത് ചെയ്യാം, നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ പുറത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീവ് എ ലെഗസി എന്ന് പറയും. ലീവ് എ ലെഗസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിലും നമ്മളെക്കുറിച്ച് ഓർക്കുന്ന തരത്തിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലും കൈമാറാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അതാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത പോയിന്റ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ KICBയിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്യണ സമയത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടോ റിട്ടയർ ചെയ്യാം. പക്ഷെ ഒരു കാരണവശാലും ആ ജോബ് എൻ്റെ അടുത്ത നെക്സ്റ്റ് ജനറേഷൻ കൊടുക്കാൻ പറ്റിയതല്ല. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഞാനിപ്പോൾ ഡബിൾ ക്രൗൺ ഡയറക്ടർ ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ഇനി അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് ഒരു ലെവലും കൂടെ പോകാനുള്ളൂ. ആ ലെവലുകൾക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഇൻകം ഇപ്പൊ കിട്ടുന്ന ഇൻകം അല്ല, ഇനിയും അത് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും കൂടുതൽ ഇൻകത്തിലേക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ കൂടുതൽ ഇൻകത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ഇപ്പൊ മാത്രമല്ല എപ്പോഴായിക്കോട്ടെ, ഞാനില്ലാത്തൊരു സാഹചര്യത്തിലും എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ തലമുറകൾക്ക് കൈമാറാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി സീരിയസ് ആയിട്ട് ചെയ്തത്. അതിന്റെ റിസൾട്ട് ആയിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വളരെ തുടക്കത്തിൽ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്തതെങ്കിലും ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു. റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KICBയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യം വന്ന സമയത്ത് ഞാൻ റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ട് ഇത് ചെയ്യുന്ന ഒരു സാഹചര്യം. ഫുൾ ടൈം ആയിട്ട് ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ എൻ്റെ ഭാഷയിൽ പറയാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ടൈം ഫ്രീഡം എൻജോയ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഇഷ്ടം പോലെ എൻ്റെ സമയത്തിന് എനിക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ സാമ്പത്തികമായിട്ട് ഉയരാനായിട്ട് സാധിക്കുന്നു, അതുപോലെ തന്നെ സമയം എൻ്റെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഇതിന്റെ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം സ്വപ്നം കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതെല്ലാം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതൊരു പ്രത്യേകത.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലൂടെ അതൊക്കെ സാധിക്കും എന്നുള്ളതാണ്, നിങ്ങൾക്കും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ ആരായിക്കോട്ടെ, ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ വ്യക്തികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കഴിവുകൾ ഉണ്ടാവാം, കഴിവ് കുറവുകൾ ഉണ്ടാവാം. അപ്പൊ നോർമലി നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാവുന്ന ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിവ് കുറവുകൾ നമ്മളെ ബാധിക്കുന്ന രീതിയിലാണ് എപ്പോഴും നമ്മൾ ഉണ്ടാവുക. അതേ സമയത്ത് നമ്മളൊരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, ഒരു ടീം വർക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളുടെ കഴിവുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കുറവുകൾ നികത്താനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അത് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി തരുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻപുട്ട്, എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഇതാണ്. അപ്പൊ ഇതുപോലെ നിങ്ങളിവിടെ വരുന്ന ഏതൊരു വ്യക്തിക്കും ഇതിൽ വിജയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി കാണുന്ന സമയത്ത് എങ്ങനെയാണത് ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് കല്ലും മുള്ളുമുള്ള സ്ഥലമൊക്കെ വെടുപ്പാക്കി നമ്മൾ മെക്കാഡം ടാറിട്ടുള്ള ഒരു റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുന്ന അതേ ലാഘവത്തോടു കൂടിയിട്ട് നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കയ്യിലുള്ള വെഹിക്കിൾ നല്ല വെഹിക്കിൾ ആണെങ്കിൽ, അതായത് നമ്മളൊരു 140 കിലോമീറ്റർ സ്പീഡിലോ അല്ലെങ്കിൽ 160 കിലോമീറ്റർ സ്പീഡിലോ മുന്നോട്ട് പോവാവുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇത് ഇവിടെ റെഡിയാണ്. നമ്മുടെ വെഹിക്കിൾ അത് റെഡി ആണെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, സമയാസമയത്ത് നമുക്ക് വേണ്ട ഗൈഡൻസ് തരാനായിട്ട്, ട്രെയിനിങ്ങുകൾ തരാനായിട്ട് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സെയിം ടൈം വെസ്റ്റീജ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി പ്രോഡക്റ്റ്, ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിൽ, അതും റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് എത്തിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. അപ്പൊ ആ ഒരു 2 ഓർഗനൈസേഷൻസ് നമുക്കുള്ള കാരണം കൊണ്ട്, പിന്നെ മൂന്നാമതൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ നിങ്ങളെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 3 വ്യക്തികൾ കൂടിയിട്ട്, അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഓർഗനൈസേഷൻസ്, അതായത് നിങ്ങളുടെ അപ്ലൈൻ ആയിക്കോട്ടെ, നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, വിന്നിംഗ് ടീം ആയിക്കോട്ടെ, അതുപോലെ തന്നെ വെസ്റ്റീജ് ആയിക്കോട്ടെ, ഈ 3 ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് എന്ത് കഴിവുണ്ടോ കഴിവില്ലേ, നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ, നമുക്ക് വേണം എന്നുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്കിതിൽ വിജയിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എത്ര വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. അപ്പൊ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ടേൺ ഓവർ കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ വരുമാനവും കൂടുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയാസമയത്ത് നമുക്ക് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ്, നമുക്ക് വേണ്ടതായിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് നമ്മളുടെ ഓർഗനൈസേഷൻ വിന്നിംഗ് ടീം നമുക്ക് ചെയ്തു തരുന്നുണ്ടായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇവിടെ തൃശ്ശൂര് ഒരു ഓൾ കേരള പ്രോഗ്രാം നടക്കാൻ പോകുന്നുണ്ട്. ആ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന്റെ പേര് അച്ചീവേഴ്സ് മീറ്റ് എന്നാണ്. അച്ചീവേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ നേട്ടങ്ങൾ കൈവരിച്ച ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനായിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയിട്ടുള്ള ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും അവരുടെ സ്പീച്ച് കേൾക്കാനും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് 3-4 മാസങ്ങൾ കൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ നമുക്ക് വേദിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഓൾ
ടുഗദർ പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 5 മണി വരെയുള്ള ആ ഒരു ടൈം പീരീഡ് കൊണ്ട് നമുക്ക് ഓൾ കേരള ലെവലിൽ ഈ ബിസിനസ് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ആ തീരുമാനം എടുക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇതിലൂടെ വിജയിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഇവിടെ വന്നിട്ടുള്ള പുതിയ ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് അറിയണമെന്ന് നിങ്ങൾ താല്പര്യം എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് നാളത്തെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അച്ചീവേഴ്സ് മീറ്റ് ഉപയോഗിക്കാവുന്ന തൃശ്ശൂരാണ് പ്രോഗ്രാം നടക്കുന്നത്. തൃശ്ശൂർ കാൾഡിയൻ സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ച് ആ ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. ഏകദേശം ഒരു 800ഓളം പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു അച്ചീവേഴ്സ് മീറ്റ്, ഒരു സക്സസ് സെലിബ്രേഷൻ പ്രോഗ്രാം ആണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന് നിങ്ങളെല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വരുത്താനും നിങ്ങളുടെ മൈൻഡിൽ വരുത്താനും അതിനനുസരിച്ച് നിങ്ങൾക്കത് നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കും. എന്തായാലും നാളത്തെ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. അത്രമാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട് വിജയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സഹായിക്കാനായിട്ട് വിന്നിംഗ് ടീം, അതുപോലെ തന്നെ വെസ്റ്റീജ്, അതുപോലെ തന്നെ നിങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആകെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് ആവശ്യമുള്ളത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോ, ഇപ്പൊ ഷാജിയുടെ പ്രസന്റേഷൻ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഇത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് ഇത് നമുക്ക് ആരോട് പറയാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അത് തൽക്കാലം നിങ്ങൾ പറയാറായിട്ടില്ല എന്നുള്ളത് മാത്രം പറയട്ടെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം, പ്രത്യേകിച്ച് നിങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി മാത്രം വേറൊരാളത്ത് സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് കേട്ടത് ഓക്കെ ഓൾറെഡി ഉണ്ട്, ഓക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒക്കെ ശരിയാണ്, നല്ലതാണെന്ന് മനസ്സിലാക്കി. പക്ഷെ ഇതൊരാൾക്ക് വേറൊരാളത്ത് പറഞ്ഞു കൊടുക്കാൻ നോക്കണ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറിവൈദ്യനാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പൊ മുറിവൈദ്യൻ ആളെ കൊല്ലൂന്നാണ് പറയുക. നിങ്ങൾ ഇത് ഇപ്പൊ വേറൊരാളത്ത് സംസാരിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സംഭവിക്കാൻ പോണ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വ്യക്തി നിങ്ങളോട് പൂർണ്ണമായിട്ട് സഹകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് യെസ് പറയാനോ താല്പര്യം കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ആരോടും സംസാരിക്കാറായിട്ടില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ഷാജി പറഞ്ഞ പോലെ അല്ലെങ്കിൽ പ്രവീൺ പറഞ്ഞ പോലെ നിങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളായിട്ട് ഇരിക്കുക. അവരുടെ അടുത്ത് കൂടുതൽ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. എന്നതിന് ശേഷം അടുത്ത സ്റ്റെപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. നാളെ വരാൻ പറ്റുന്ന ആൾക്കാരെല്ലാവരും അവിടെ എത്തിച്ചേരുക. നമ്മളുടെ ഈ ഓൾ കേരള മാമാങ്കത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത്രമാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു വെൽ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. കാരണം ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് നിർദ്ദേശങ്ങൾ തന്ന, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന വെങ്കടേഷ് സാറിന് നമുക്ക് ഉള്ള നന്ദി ഈ ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാം. സാറ് പറഞ്ഞ പല പോയിന്റുകളും നമ്മുടെ മനസ്സിൽ പതിക്കേണ്ടതാണ്. എന്താ കാരണം വെച്ചാല്, ചിലപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ഇനി എന്റെ സുഹൃത്തുക്കളോട് പറയണം, അല്ലെങ്കിൽ ബന്ധുക്കളോട് പറയണം. ഇപ്പൊ തന്നെ ചിലപ്പോ അങ്ങനെ ചില തീരുമാനങ്ങൾ എത്തിയ വ്യക്തികളുണ്ടാവും. ഒരു കാരണവശാലും അത് അങ്ങനെ ചെയ്യരുത്. അത് നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ച നിങ്ങളുടെ ആ ലീഡേഴ്സ് അല്ലെങ്കിൽ ബന്ധുവാവും സുഹൃത്താവും അവരുമായിട്ട് സംസാരിക്കുക. ഇത് സാറ് പറഞ്ഞ വേറൊരു കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയണം. കാരണം ഇതിൽ എനിക്ക് കഴിവുണ്ടോ എന്ന് പല ആളുകളും ചിന്തിക്കും. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഇതിനുള്ള കഴിവില്ലല്ലോ, എനിക്ക് അതിനുള്ള അറിവില്ലല്ലോ, ഞാൻ അത്ര പ്രൊഫൈലുള്ള ആളല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇവിടെ കഴിവും ഒന്നും ഒരു വിഷയമല്ല. കാരണം വിന്നിംഗ് ടീം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ ബാക്കപ്പ് ചെയ്യുന്നുണ്ടാവും.
നമ്മുടെ തീരുമാനത്തിൽ തീരുമാനത്തിലും നമ്മുടെ ആക്ഷൻ പാർട്ടിലും മാത്രമാണ് ഇതിനകത്ത് പ്രസക്തിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊരാളെ പോലെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു തീരുമാനം എടുക്കുക. ഇല്ലെങ്കിൽ ഏതൊരു ദിവസവും പോലെ നമുക്ക് ഇന്നത്തെ ദിവസവും കഴിഞ്ഞു പോകും. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ലൈഫിലെ ബുദ്ധിമുട്ടുകൾ കൂടിയാണ് വരുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. കാരണം നമ്മുടെ പ്രൊഫഷണലായാലും ഇതിൽ വന്ന ഓരോ ആളുകളുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് ബുദ്ധിമുട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ ഒരു അവസരം മുന്നിൽ തീരുമാനത്തിലാണ് വലിയ സ്വപ്നങ്ങൾ നേടിയെടുത്തുകൊണ്ട് വിജയിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ. അപ്പൊ നല്ലൊരു തീരുമാനം എടുക്കുക. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. എനിക്കൊരു അവസരം തന്ന, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവസരം തന്ന വിന്നിംഗ് ടീം ലീഡേഴ്സിനും എന്നെ സ്പോൺസർ ചെയ്ത എല്ലാ ലീഡേഴ്സിനും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.